കടന്നു വന്നിരിക്കുന്ന എല്ലാ സൗകര്യ സൗകര്യമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. आए हुए सभी भाई बहनों को प्रभु यीशु मसीह के नाम से प्रेम का वंदना। एक और बार फिर आपके बीच में वचन के साथ आपकी उपस्थिति में रहकर जो भाग्य प्रभु ने मौका दिया है उसके लिए मैं धन्यवाद देता हूँ। വലിയവനായ ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന ബന്ധങ്ങളെ ഓർക്കുമ്പോൾ അവന്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. हमारा प्रभु कितना अद्भुत रीति से हर एक विश्वासियों को अपना सामर्थ्य हाथों से चला रहा है। जब ये बात देखते समय में हम सबको कितना अधिक धन्यवाद देना चाहिए। ഈ ലോകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അനേക പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നുണ്ട്, രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ആപത്തിലോ അപകടത്തിലും പെട്ട് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരെ ഉണ്ട്. എങ്കിലും വലിയവനായ ദൈവം അവരുടെ മധ്യത്തിൽ നമ്മെ ഓരോരുത്തരെയും ജയോത്സവമായി സൗഖ്യത്തോടെ സമാധാനത്തോടെ അതുപോലെ ആരോഗ്യത്തോടെ പ്രത്യാശയോടെ നിലനിർത്തിയിരിക്കുന്ന ഉപയോഗം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. संसार का हालत अगर देखा जाए तो संसार में लोग कितने लोग अभी भी तकलीफ में है, वेदना में है, दुख में है और अलग अलग रोगों से महामारी से दबे हुए तकलीफ का दशा में वो लोग रहते समय में इन सब परिस्थितियों में जो संसार श्रापित दशा में चलते समय में इस सब के अवस्था के बीच में से प्रभु हम सबको संभाल कर सुरक्षित रखकर वो हमें देखभाल देकर हमें सामर्थ्य देकर हमें चंगाई में बिना कोई रोग से गिरकर संभाले रखकर प्रभु अपना बड़ा सामर्थ्य हमें चला रहा है। उसके लिए हम प्रभु को धन्यवाद देना चाहिए. നാം ഒരു വ്യക്തിയെ അനുഗമിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. हम एक बात समझते हैं कि जब हम एक व्यक्ति का जब हम पीछा होते हैं या मानते हैं तो उस व्यक्ति के अंदर कुछ खास गुण विशेष होना चाहिए. ലോകപരമായി നാം നോക്കുമ്പോൾ ആ വ്യക്തിയെ സമ്പന്നനാണോ, അതുപോലെ ആ വ്യക്തി നല്ല സ്വഭാവമുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പാരമ്പര്യമായ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണവിശേഷങ്ങൾ ഉണ്ടോ എന്ന് നാം ആദ്യം തിരക്കേണ്ടതായിട്ടുണ്ട്. तो संसार के लोग क्या करते हैं? सबसे पहला क्या वो बहुत बड़ा बुद्धिमान है क्या, या बहुत बड़ा धनवान है क्या वो बड़ा परिवार से आया है क्या, ये सब विशेषताएं और गुण उस व्यक्ति में देखते हैं. എന്നാൽ നമ്മൾ ഒരു ഓഫീസിൽ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക, എന്നാൽ ആ ഓഫീസുകാർ ചോദിക്കുന്ന ആ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ഫെസിലിറ്റി അതൊക്കെ അവർ നോക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. जब एक आदमी नौकरी के लिए जाते समय में सबसे पहला कंपनी वाला उस व्यक्ति से क्या पूछता है? तुम्हारा भाई तुम्हारा एक्सपीरियंस कितना है, तुमने कितना पढ़ा लिखा है, क्या तुम्हें यही कंपनी में काम करने के लिए तेरे पास वो गुण है क्या ताकि तू हमारा कंपनी में काम करे, ये सब बातें पूछते हैं. അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ എന്ന് ആദ്യം അവർ തിരക്കും. तो कंपनी को जो क्वालिफिकेशन चाहिए, जो जरूरत है नौकरी के लिए, वो उस व्यक्ति में है क्या नहीं, कंपनी पहला देखता है. എന്നാൽ വചനം നമ്മളോട് അറിയിക്കുന്നുണ്ട് നമ്മൾ അനുഗമിക്കുവാൻ പോകുന്ന ആ വ്യക്തിക്ക് എന്ത് ഗുണവിശേഷങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. तो वचन के अनुसार चलो हम देखते हैं कि जिस व्यक्ति के पीछे हम लोग पीछा हो रहे हैं उस व्यक्ति का पीछे उस व्यक्ति में क्या ऐसा गुण है, क्वालिफिकेशन है कि वो योग्य है कि हम उसके पीछे हुए. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചില വ്യക്തികളെ വിളിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि प्रभु यहाँ पर दुनिया में रहते समय में कुछ लोगों को उन्होंने बुलाया था തന്റെ ശിഷ്യന്മാരായി തീർക്കുവാൻ തക്കവണ്ണം വിളിച്ചതാണ് അവരെ. और फिर उनको बुलाने की वजह से परिणाम ये हुआ कि वो लोग प्रभु के चेले बन गए. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? उनका क्वालिफिकेशन या उनका गुण क्या था? ഒന്നുമില്ല എന്ന് നമ്മൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. और हम जानते हैं कि उन लोग तो समाज में कोई भी नहीं थे, पीछे के लोग थे. അവർ വെറും പാവപ്പെട്ടവരാണ്. वो लोग बहुत गरीब लोग थे. ദിവസംപ്രതിയുള്ള ഉപജീവനത്തിന് അവർ വഴി തേടി നടക്കുന്നവരാണ്. प्रतिदिन का कमाई करके उसी कमाई में वो लोग अपना घर संभालते थे. എന്നാൽ വലിയവനായ ദൈവം അവരെ വിളിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ വിളിക്കുന്നു, നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ മത്സ്യം പിടിക്കുന്നവരാണ്, ഇനി ഞാൻ നിങ്ങളെ വിളിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്നുണ്ട്. परंतु फिर भी प्रभु ने जब उनको बुलाकर क्या कहते हैं, अभी तो तुम लोग मछली पकड़ने वाले लोग हो, लेकिन मेरे बुलावट के अनुसार तुम अगर चलोगे तो मैं तुमको मनुष्य पकड़ने वाले को बनाऊंगा. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? उनका गुण क्या था, योग्यता क्या था? അവർക്ക് അവർക്ക് വല വീശുവാൻ മാത്രമേ കഴിയുള്ളൂ. उन लोग को सिर्फ जाली फेंकने को मालूम था. അവർക്ക് മീൻ പിടിക്കുവാനുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. उनको बस मछली पकड़ने का अनुभव था. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന വലിയവനായ ദൈവം അവരെ വിളിച്ച നാൾ മുതൽ അവർ അനേക അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവൃത്തികളും ചെയ്ത് ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. और फिर प्रभु का सही बुलावट मिल जाने के बाद हम देखते हैं कि ये लोग ऐसे लोग बने कि प्रभु के नाम में वीर कार्य, अद्भुत कार्य, चमत्कार कार्य कर करके प्रभु का महिमा दे सके, इस प्रकार का जिंदगी वो लोग जीने लगे. അതെന്തുകൊണ്ട്? ദൈവനാമം അവരിൽ കൂടി മാത്രമേ മഹത്വപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. क्योंकि वो लोग जब प्रभु
प्रभु जानता था अच्छी तरह से इन लोगों के द्वारा परमेश्वर का महिमा होगा। എന്നാൽ നമ്മൾക്ക് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നാം 8-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കള് നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് രാജാക്കന്മാരില്ല എന്നുള്ള ഒരു വാദപ്രതിവാദം അവർ അവിടെ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. परंतु हम लोग पहला शमूएल उसका 8वां अध्याय में जब आते हैं समय में इस अध्याय में एक ऐसा अवस्था को देखते हैं कि परिस्थिति को देखते हैं कि जहाँ पर इस्राएली लोगों ने वो लोग ये बात को देख रहे हैं कि हमारे समाज में आसपास के पड़ोस में सभी लोगों के पास उनके देश के राजा है, परंतु हमारे देश में राजा नहीं। പഴയ നിയമകാലത്ത് പ്രവാചകന്മാരായിരുന്നു അവിടെ ആ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम देख सकते हैं कि पुराने नियम में हमेशा भविष्यवक्ताएं थे जो उस देश का में नियंत्रण लाता था और अनुशासन लाता था. വലിയവനായ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച് അവര് ജനത്തോട് അറിയിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और यहाँ उनका अवस्था क्या है ये बात समझकर ये लोगों का मांग को परमेश्वर की उपस्थिति में लाया जा रहा है. എന്നാൽ ഇസ്രായേൽ മക്കളെ മരുഭൂമി അവരെ കൊണ്ടുവന്ന ആ വഴി നമ്മൾക്കറിയാം. और हम ये बात जानते हैं कि इजराइल लोग जिस रास्ते से आए थे എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടി കഷ്ടത്തിൽ കൂടി അവരായിരുന്ന സ്ഥാനത്തെ അടിമ വീടായിരുന്ന മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്നത് നമ്മൾക്ക് അറിയാം. हम जानते हैं कि किस रीति से इजरायली लोग जब वो लोग मिस्र देश में रहते समय में एक बंदीगृह का अवस्था था, एक दासत्व का अवस्था था, उस अवस्थे से प्रभु ने उनको छुड़ाकर उनको बाहर लाकर स्वतंत्र किया था. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി കൊണ്ടുവരുമ്പോൾ फरोन का गुलामी का अधिकार से उन लोगों जो बंदित थे उनसे छुटकारा देकर അവർ നോക്കുമ്പോൾ ചുറ്റുപാടിലേക്ക് അവർ നോക്കുവാനിടയായി. तो बाहर निकलने के बाद भी तभी भी इसराइल का अवस्था हमेशा आदत क्या था, बाहर का परिस्थिति देखते थे वो लोग. കർത്താവ് അവരെ നടത്തിയ ആ കാര്യങ്ങൾ അവർ മറന്നുപോയി എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ और കഴിയുന്നുണ്ട്. हम ये बात देखते हैं कि प्रभु ने जिस अद्भुत रीति से उनको छुड़ाकर सुरक्षित लेकर आया वो लोग वो सब बातों को भूल गए. എന്നാൽ ആ സമയത്തെ ന്യായപാലനം ചെയ്തുകൊണ്ട് ഒരു ശമൂവേലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. उस समय में हम जानते हैं कि एक ऐसा व्यक्ति था शमूएल जो उस समय का प्रभु का नियम के अनुसार जीने वाला, कानून को बात को मानकर जीने वाला, प्रभु का हृदय को खुश करने वाला एक व्यक्ति था. ശമൂവേലിന്റെ പഴയകാല ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശമൂവേൽ ആ ഏലി പ്രവാചകന്റെ സന്നിധിയിൽ വന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നു. शमूएल का बचपन का और पुराना समय का बातों को मैं नहीं लेकर जा रहा हूँ क्योंकि आप लोग को अच्छी तरह से मालूम है किस रीति से वो एली के घर में था, वहाँ पर परवरिश हुआ, बड़ा हुआ और प्रभु के लिए सेवा हुआ करके आप लोग जानते हैं. എന്നാൽ ഇസ്രായേൽ മക്കൾ പറയുന്നു മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. परंतु यहाँ पर हम देखते हैं 8वां अध्याय में इजरायली लोगों ने भी बाकी देशों को देखकर उनके अंदर भी एक इच्छा हुआ कि जैसा बाकी देशों में राजा है वैसा हमको भी एक राजा चाहिए. അതിനുവേണ്ടി ഒരു രാജാവിനെ അവർ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്. इसके लिए वो लोग खोज रहे हैं एक राजा को. എന്നാൽ ഈ കാര്യം അവർ പറയുമ്പോൾ ശമൂവേലിനെ അവിടെ അനിഷ്ടമുണ്ടായി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ तो കഴിയും. ये बात का जब लोगों ने किया तो हम देखते हैं कि शमूएल का मन में वो बहुत दुखी हुआ. അത് 1 ശമൂവേൽ 9-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് ആ കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. पहला शमूएल अध्याय 9 में पढ़ते समय में ये बात को हम देखते हैं. എന്നാൽ ശമൂവേലെ കർത്താവിന്റെ സന്നിധാനത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അവനോട് അരുളപ്പാട് വാങ്ങിക്കുവാൻ അവൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കിയിരിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് അവര് ചോദിക്കുന്നത് എന്താണ് അവർക്ക് കൊടുക്കുവാൻ പറയുന്നു. तो ये सब परिस्थिति में जब लोगों का अवस्था को देखकर ये लोग ऐसा हो गए बोलकर दुखी होकर वो गया प्रभु के पास. देखो आपका ये लोग आपके विषय ये इस विषय में मांग कर रहा है करके बोलकर जब उसने अपने आप को समर्पण किया तो प्रभु का जवाब ये था कि जो लोग मांग रहे हैं उनको दे दो. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തിരഞ്ഞെടുക്കുവാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് വലിയവനായ ദൈവം ശമൂവേലിന് അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. और वहाँ पर जो पहला राजा जो रहेगा वो किस तरह का रीति होना चाहिए करके प्रभु उसको बताता है. നമ്മൾക്കറിയാം ആ വ്യക്തി കടന്നു വരുന്നത് അവൻ നേരിട്ട് കടന്നു വരികയാണ്, അല്ലാതെ ശമൂവേൽ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല ചെയ്യുന്നത്. वहाँ पर हम एक बात देखते हैं कि वो व्यक्ति डायरेक्टली शमूएल के पास आ रहा है. शमूएल उसके पास नहीं गया था. 1 ശമൂവേലിന്റെ പുസ്തകം 10 മുതൽ താഴോട്ടുള്ള അധ്യായങ്ങൾ 10, 11, 12, 13, 14 ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ആ വ്യക്തിയെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और वो पहला राजा का गुण विशेष को जब हम देखते समय में उसका 8 से 9 से अध्याय से हम लोग 10, 11 अध्याय 13 तक पढ़ते समय में वो व्यक्ति किस प्रकार का है करके एक एक अध्यायों में उसका गुण दिया है. ഈ വ്യക്തി കടന്നു വരുന്നത് തന്റെ പിതാവിന്റെ ഒരു കഴുത കാണാതെ പോയി ആ കഴുത
കണ്ടു കിട്ടുവാൻ വേണ്ടി അരുളപ്പാട് ചോദിക്കുവാൻ അവർ കൂടെ വരുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്, അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനോട് ചോദിച്ചാൽ അത് നമ്മൾക്ക് ലഭിക്കുമോ, നാം അതിനെ തെരഞ്ഞു പോകേണ്ട വഴി അവൻ പറഞ്ഞു തരും എന്ന് ഒരു അവിടെ പറയുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയും. तो ये यहाँ पर एक किस रीति से यहाँ पर हो गया है करके, जब जो व्यक्ति जो राजा चुनने वाला था उसका अवस्था कैसा हो गया था कि उसका पिता का जो गधा था वो खो बैठा था। तो उस गधे को खोजने के लिए वो लोग ढूंढते समय में उस व्यक्ति का गुलाब या दास उसको कहता है कि देखो उस नगर में एक भविष्यवक्ता रहता है, उस भविष्यवक्ता को पूछेंगे तो वो हमको सही रास्ता बताएगा और वो गधा खोज के देगा। ऐसा मनोभावना में वो लोग भविष्यवक्ता को मिलने जा रहे हैं। എന്നാൽ ഈ കടന്നു വരുന്ന വ്യക്തിയെ കുറിച്ച് വലിയവനായ ദൈവം ശമൂവേലിന് ദർശനം കൊടുത്തിരുന്നു. परंतु ये व्यक्ति इस रीति से शमूएल के पास आते समय में उस समय में परमेश्वर शमूएल को एक दर्शन दे रहा है कि ये व्यक्ति अभी कौन होने वाला है और उसका गुण विशेषता क्या है। ശൗല് വന്ന് ശമൂവേലിനോട് ചോദിക്കുന്നു, ഇവിടുത്തെ ദർശകൻ ആരാണ് എന്ന്. तो शाऊल आके वहाँ पर पूछता है कि यहाँ का दर्शन देखने वाला है भविष्यवक्ता कौन है। നേരിട്ട് ശമൂവേൽ പറയാണ്, ആ ദർശകൻ ഞാനാണ്. वहाँ पर वो डायरेक्टली शमूएल वहाँ पर कहता है कि वो व्यक्ति मैं हूँ। നിന്റെ ആവശ്യം എന്താണ്? तेरा जरूरत क्या है? എന്റെ പിതാവിന്റെ കഴുത കാണാതെ പോയി. मेरा पिता का गधा खो गया है। എന്നാൽ ശമൂവേൽ പറയുന്നത്, നിന്റെ പിതാവിന്റെ കഴുത അവിടെ കിട്ടിയിട്ടുണ്ട്. परंतु शमूएल वहाँ पर क्या कहता है कि तू घबरा मत, तेरा पिता का गधा मिल चुका है। എന്നാൽ ശമൂവേൽ ഒരു യാഗം കഴിക്കുവാനായിട്ട് പോവുകയാണ്. परंतु शमूएल वहाँ पर एक बलि करने के लिए जा रहा था। 14 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 14 अध्याय में जब पढ़ते समय में हम देखते हैं അവിടെ വെച്ച് ഈ ശമൂവേലിനെ അവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 9 का 14 वाक्य में पढ़ते समय अध्याय 9 में वहाँ पर हम देखते हैं कि 9 अध्याय में किस रीति से शमूएल वहाँ पर शाऊल राजा को अभिषेक करता है। നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് 14 അധ്യായത്തിന്റെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ വെച്ച് അവന്റെ രാജ്യസ്ഥാനം ഉറപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और 14 अध्याय में जब पढ़ते समय में वहाँ पर शाऊल राजा का जो राज्य जो पदवी है वहाँ पर उसको पक्का कर रहा है। എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവന്റെ രാജ്യത്വം അവൻ വെറും 2 സംവത്സരം മാത്രമാണ് രാജാവായി ഇരുന്നത് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. और हम देखते हैं कि ये राजा बनने के बाद केवल 2 ही साल था जो पूर्ण रीति से राजा बनकर उसने सेवा किया। എന്നാൽ അവന്റെ രാജ്യസ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. और फिर आगे चलकर उसके बाद वो अपना राज्य पदवी को खो बैठता है। കർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്തതുകൊണ്ട് അവന്റെ രാജ്യസ്ഥാനം അവിടെ നഷ്ടപ്പെടുന്നതായി നമുക്ക് വായിക്കുവാൻ और കഴിയുന്നു. क्योंकि उसने प्रभु के इच्छा के खिलाफ उसने कार्य किया तो वो राज्य पदवी खो बैठा। എന്തുകൊണ്ടാണ് ആ രാജ്യസ്ഥാനം നഷ്ടപ്പെടുവാനുള്ള കാരണം? और उसका सबसे बड़ा कारण क्या था कि उसको वो राज्य पदवी खोना पड़ा। അവൻ ഒരിക്കലും ചേരുതാത്ത ഒരു കാര്യം അവൻ അവിടെ ചെയ്യുന്നുണ്ട്. जो बात उसको करने का अनुमति नहीं था, जो कभी करना नहीं चाहिए था, वो उसने किया। നമുക്കറിയാം അവിടെ ഒരു യാഗം കഴിക്കുവാനായിട്ട് കടന്നു പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഈ യാഗം ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ ആ കാര്യം ശൗല് ചെയ്തു എന്ന് മാത്രമാണ്. तो वहाँ पर उसका सबसे बड़ा हार का कारण इस बात पर था कि जब शाऊल राजा जब उसको इंतजार करना था शमूएल भविष्यवक्ता को आकर बलि करने के विषय में, वो इंतजार ना करते हुए वो खुद जल्दी से जाकर बलि किया। എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവന്റെ രാജ്യസ്ഥാനം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. और उसके बाद की वजह बाद का परिणाम को सबसे बड़ा परिणाम को हम देखते हैं कि उसका राज्य खो बैठा। അവന്റെ രാജ്യസ്ഥാനം കഴിഞ്ഞ അവന് അവിടെ നമ്മൾക്ക് 14 വാക്യത്തിൽ വായിക്കാണ് കർത്താവിന് ബോധിച്ച ഒരു വ്യക്തിയെ രണ്ടാമതായി തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और 13 अध्याय से जब हम पढ़ते समय में वहाँ पर 14 वाक्य में उस रीति से वहाँ पर प्रभु को बोध्य होकर दूसरा एक व्यक्ति को चुनने का विषय में अवस्था में आता है। പഴയ നിയമകാലത്തെ പ്രവാചകന്മാർ മുഖാന്തരം രാജാക്കന്മാരെ നിയമിക്കുന്നു. तो वह पुराने नियम का अवस्था ऐसा था कि परमेश्वर हमेशा भविष्यवक्ताओं को चुनता था ताकि ये भविष्यवक्ता लोग क्या करे, राजा और राज्य को नियंत्रण करे। ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം ഒരു വ്യക്തിയെ അനുഗമിക്കുകയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയുണ്ട്, ആ വ്യക്തിയുടെ സ്വഭാവം എന്തുമാണ്, ആ വ്യക്തി പഴയകാല ജീവിതത്തിൽ ആ വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. तो ये अभी तक मैं इस राजा के विषय में शाऊल के विषय में मैं इसलिए ये सब बातें या उदाहरण अभी तक मैंने ये सब लिया क्योंकि हम जिस व्यक्ति का हम लोग पीछा हो रहे हैं, जिस व्यक्ति को हम मानते हैं, उस विषय में जो स्वाभाविक रीति जो गुण
जिस विषय से हम लोग चाहत करते हैं कि इसके पीछे हो, उसके मुद्दे पर है। പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ नए नियम में जब हम आते ഈ हैं, വർത്തമാനകാലത്ത് നാം ആയിരിക്കുമ്പോൾ अभी हम जो इस वर्तमान में जी रहे हैं, നാം അനുഗമിക്കുവാൻ പോകുന്ന വ്യക്തിയുടെ ഗുണവിശേഷങ്ങൾ എന്താണ്? हम लोग जिस व्यक्ति को हम लोग मानकर चलते हैं, विश्वास करके हम उसके पीछे होते हैं, उसका क्या गुण विशेषता है? ആ വ്യക്തി അനുഗമിക്കാൻ യോഗ്യനാണോ? क्या सचमुच इस व्यक्ति का पीछा होने के लिए वो व्यक्ति योग्य और काबिल है क्या? എന്നാൽ നമ്മൾക്ക് അനുഗമിക്കാൻ യോഗ്യനായ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. और हम जानते हैं कि एक ही व्यक्ति योग्य और काबिल है जिसके हम लोग उसके पीछा होना है। ദുനിയയിലുള്ള മനുഷ്യരെ നാം അനുഗമിക്കുകയാണെങ്കിൽ അത് വെറും മിഥ്യ മാത്രമാണ്. क्योंकि दुनिया के संसार के किसी व्यक्ति को देखकर उसका अनुकरण करने गया या उसका पीछे किया तो धोखा होगा। എന്നാൽ നമ്മൾക്ക് വചനത്തെ സങ്കീർത്തനത്തിൽ വായിക്കുവാൻ കഴിയുന്നത് മനുഷ്യപുത്രനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. तो हम भजन संगीता में इस रीति से हम पढ़ते हैं कि मनुष्य के पुत्रों के ऊपर भरोसा करने से अच्छा यहोवा परमेश्वर तुम आश्रय करो, निर्भर करो। പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് तो നല്ലത്. तुम प्रभुओं के ऊपर और राजकुमारों के ऊपर भरोसा करने से अच्छा यहोवा परमेश्वर तुम भरोसा करो। നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. मरकुस का पुस्तक उसका 8वां अध्याय 34 से 38 तक हम पढ़ेंगे। उसने भीड़ को अपने चेलों से पास बुलाकर उससे कहा, जो कोई मेरे पीछे आना चाहे वो अपने आप से इनकार करे और अपना क्रूस उठाए मेरे पीछे हो ले, क्योंकि जो कोई अपना प्राण बचाना चाहे वो उसे खोएगा, पर जो कोई मेरे और सुसमाचार के लिए अपना प्राण खोएगा वो उसे बचाएगा। यदि मनुष्य सारे जगत को प्राप्त करे और अपने प्राण की हानि उठाए तो उसे क्या लाभ होगा? मनुष्य अपने प्राण के बदले में क्या देगा? എന്നാൽ നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് 4 സുവിശേഷങ്ങളിൽ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ये भागों को पढ़ते समय में ये एक ऐसा बात है जो चारों सुसमाचारों में हम देख सकते हैं। എന്നാൽ 3 സുവിശേഷങ്ങളിൽ ഒരേ രീതിയിൽ പറയുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പ വ്യത്യാസമുണ്ട്. तो ये 3 सुसमाचारों में ये एग्जैक्टली जैसा हमने पढ़ा है वैसे ही हम देखते हैं। सिर्फ यूहन्ना का सुसमाचार में इस बात में थोड़ा बातों को एक्स्ट्रा किए डाला है। യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. यूहन्ना 12 का 25 भी पढ़ेंगे। जो अपने प्राण को प्रिय जानता है वह उसे खो देता है, और जो इस जगत में अपने प्राण को अप्रिय जानता है वह अनंत जीवन के लिए उसकी रक्षा करेगा. അതാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. 3 സുവിശേഷങ്ങളിൽ ഒരേ രീതിയിൽ എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അല്പ വ്യത്യാസത്തോടു കൂടി അത് കാണിക്കുന്നത്. ये बात को बाकी पहला 3 सुसमाचारों में जैसा हमने मरकोस में पढ़ा उसी रीति से लिखा है, सिर्फ यूहन्ना में है ये रीति से लिखा गया है। നാം അനുഗമിക്കുവാൻ പോകുന്ന വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. हम लोग जिसके पीछे हो रहे हैं वो हमारा प्रभु यीशु मसीह है। ശിഷ്യന്മാരെ വിളിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. वो जब चेलों को बुलाता है, അവരുടെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. उन लोगों का काबिलता क्या है करके मैंने बताया पहला। എന്നാൽ അവർ ചെയ്ത ഒരു പ്രവൃത്തി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. परंतु उन्होंने किया हुआ कार्य को अगर हम देखेंगे तो അവരെ വിളിച്ചപ്പോൾ उनको जब बुलाया गया था അവർ ഏതവസ്ഥയിലായിരുന്നു? वो लोग किस अवस्थे में थे? എന്നാൽ നമ്മൾക്ക് കാണുന്നത് സകലവും വിട്ട് അവർ കർത്താവിനെ അനുഗമിച്ചതായി നമ്മൾക്ക് കാണുവാൻ और കഴിയും. फिर उन लोगों ने प्रभु का उस महत्व को देखा, मूल्यता को देखा, तो उन लोग ने सब कुछ छोड़कर प्रभु के पीछे हो लिया। നമ്മൾക്ക് ഒരു തിരഞ്ഞെടുപ്പാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. तो वहाँ पर एक चुनावट को हम देखते हैं। ഞങ്ങൾ ഇതുവരെ മത്സ്യം പിടിക്കുന്ന ആൾക്കാരായിരുന്നു. हम लोग तो इतना समय तक मच्छी पकड़ने वाले लोग थे, എന്നാൽ ഇനി മുതൽ ഞങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. परंतु अभी हमें क्या बुलावट देकर बुलाया है कि आज से तुम लोग मनुष्य पकड़ने वाले लोग होंगे। उस बुलावट को देकर हम आए हैं। അവർ അനുഗമിക്കുന്ന വ്യക്തി जिस व्यक्ति को वो पीछे हो रहे हैं അവർ ഒരിക്കലും കൈവിടാത്തവനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ उनको एक बात समझ में आया कि जिस व्यक्ति ने हमको बुलाया है ये व्यक्ति हमें कभी छोड़ेगा नहीं, कभी त्यागेगा नहीं। അവർ അനുഗമിക്കുന്ന വ്യക്തി जिस व्यक्ति को वो लोग पीछे हो रहे हैं അനുഗമിക്കാൻ യോഗ്യനാണ്. वो व्यक्ति पीछे, उसका पीछे होने के लिए, वो हमारा गुरु है करके मानने के लिए वो व्यक्ति इतना योग्य है। നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് 8-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ जब हम लोग मरकोस 8 का शुरुआती भागों में जब हम पढ़ते हैं നമ്മൾക്ക് കാണുവാൻ കഴിയും വലിയൊരു പുരുഷാരം അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായി നമ്മൾക്ക് കാണുവാൻ वहाँ കഴിയും. पर शुरुआत में हम देखते हैं कि बहुत बड़ा भीड़ प्रभु की उपस्थिति में आया था। ഏകദേശം 4000 പേരോളം അവനെ അനുഗമിച്ചതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. लगभग 4000 लोग उस समय में थे जो प्रभु के पीछे आया। അവരെ ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കുന്നതായി നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. वहाँ पर हम क्या देखते हैं कि उन सभी लोगों को प्रभु उनको भोजन देकर उनको तृप्त किया। എന്നാൽ അവിടെയും
പിറവിറുപ്പുണ്ടാക്കുന്ന വ്യക്തികൾ അവിടെ കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. परंतु इस अवस्थे में होते समय में भी इतना बड़ा कार्य करने के बावजूद भी इसके बीच में कुछ ऐसे भी लोग थे जो कुड़कुड़ा रहे थे. ഒരു കൂട്ടം പരീശരും ഒരു കൂട്ടം സദൂക്യരും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ तो കഴിയുന്നു. वहाँ पर फरीसी और सदूकी लोग थे. എന്നാൽ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് 14 മുതൽ അതിന്റെ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്. ശിഷ്യന്മാര് അവര് അപ്പം കൊണ്ടുവരാഞ്ഞിട്ട് ആണോ എന്ന് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो उसके बाद से लेकर 8 अध्याय का 14 वाक्य से लेकर 21 वाक्य तक पढ़ते समय में वहाँ पर एक बात जो प्रभु चेलों के साथ संभावना वहाँ पर कर रहा है, उसका मेन विषय इस बात पर है कि क्या हमने प्रभु को रोटी लाकर दिया नहीं, इसके लिए प्रभु ऐसा बोल रहा है बोलकर शुरू कर रहा है. वहाँ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പുളിച്ച മാവിന്റെ അവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. वहाँ पर खमीरी रोटी को हम देखते हैं പരീശന്മാരുടെ പുളിച്ച മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. और प्रभु फरीसी लोगों का जो खमीरीपन का अवस्था को वहाँ पर बताया है. എന്നാൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഞങ്ങൾ അപ്പം കൊണ്ടുവരാഞ്ഞിട്ടായിരിക്കും വലിയവനായ കർത്താവ് അങ്ങനെ പറയുന്നത് തന്നെ. तो खमीरीपन के बात करते समय में चेले को क्या लगा, हमने रोटी लाकर दिया नहीं, इसके लिए प्रभु ऐसा बोल रहे हैं क्या. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു കുരുടനെ അവിടെ സൗഖ്യമാക്കുന്ന और കാര്യം. उसके बाद 22वां वाक्य से वहाँ पर हम देखते हैं कि एक अंधा व्यक्ति को चंगा किया. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വലിയവനായ ദൈവം അതിന്റെ 31 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ മരണത്തെ കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നതായി വായിക്കുവാൻ കഴിയുന്നത്. और इस तरह एक एक दृष्टांतों का अवस्था वहाँ पर देखकर एक एक बातों का पूर्तिकरण देकर प्रभु का सामर्थ्य और कार्य को देखने के बाद 31वां वाक्य से वहाँ पर प्रभु का मृत्यु के बारे में बताया जा रहा है. തന്റെ മരണം മുൻപേ കൂട്ടി പ്രസ്താവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ वो अपना मृत्यु, उनका मृत्यु किस रीति से होगा करके ये बात प्रभु पहले से ही बता रहा है. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്ന പത്രോസ് അവനെ വിളിച്ച് ദൂരെ കൊണ്ടുപോയി അവനെ ശാസിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ये बात को जब प्रभु जब बोलते समय में और अपना मृत्यु के बारे में बोलते समय में ये बात पत्रोस को पसंद नहीं आया और वो प्रभु को अलग लेकर जाकर प्रभु को डांट रहा है. അന്നേരം കർത്താവ് പത്രോസിനെ വിളിച്ചത് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് അവിടെ ശ്രദ്ധിക്കുവാൻ और वही 8 का 33 में पढ़ते समय में वहाँ पर जिसका परिणाम ये हुआ कि प्रभु ने कहा कि ये शैतान मुझसे दूर हो जा. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കുള്ള യോഗ്യതകൾ എന്താണ് എന്ന് അവിടെ പറയുന്നത്. और फिर उसके बाद से हम लोग 34वां वाक्य से लेकर 38 वाक्य तक पढ़ते समय में एक व्यक्ति का पीछा होने की वजह से उसका क्या क्या गुण होना चाहिए, क्या विशेषता है करके हम देखा. നമ്മയോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ശിഷ്യത്തിലുള്ള അവസ്ഥകൾ എന്താണ് എന്ന് അവിടെ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. और वहाँ पर हमारे विषय में जब उस वाक्य को लागू करते समय में किस रीति से हमें उस वाक्य का उसका उस वचन का जो अनुशासन का और जो डिसिप्लिन का अवस्था है, एक चेला किस रीति से रहना चाहिए करके वो हमारे विषय में वो कह रहा है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ എന്താണ് എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാം. मसीह जीवन के विषय में किस व्यवस्था के आधार पर मसीह लोग जीना चाहिए वहाँ पर कहा है. അവൻ അനുഗമിക്കാൻ യോഗ്യനാണോ? तो क्या सचमुच वो उसके पीछे होने के लिए वो योग्य है क्या? അതുപോലെ നമ്മൾക്ക് അവിടെ കാണുവാൻ ഒന്നാമതായി നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് पहला बात हम देखते हैं അവൻ തന്നെത്താൻ ത്യജിക്കണം. उसे अपने आप को नकारना होगा. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം लूका 9 में അതിന്റെ 23-24 വാക്യങ്ങൾ. 23 और 24. उसने सबसे कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप से इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले, क्योंकि जो कोई अपना प्राण बचाना चाहे वो उसे खोएगा, परंतु जो कोई मेरे लिए अपना प्राण खोएगा वो उसे बचाएगा. നമ്മൾക്ക് അവിടെ കാണുവാൻ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത് നമ്മൾ തന്നെത്താൻ ത്യജിക്കണം എന്നാണ്. तो अपने आप को नकारना है करके कहा वहाँ पर. നമ്മൾ എന്ത് ചെയ്യണമോ, हमें जो बात करना है, എവിടേക്ക് പോകണമെന്നോ, कहाँ पर जाना है, എന്ത് ഭക്ഷിക്കണമെന്നോ, क्या खाना है, നാം ദൈവത്തിൽ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ നമ്മുടെ സകലം സമർപ്പിക്കുകയാണെങ്കിൽ और हम अपना हमारा सभी जीवन का अवस्थाओं को प्रभु पर आश्रय करेंगे तो നമ്മളല്ല തീരുമാനിക്കുന്നത്, കർത്താവാണ് നാം എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്, അവിടെ തീരുമാനിക്കുന്നത്. तो वहाँ पर निर्णय लेने के विषय में आते समय में वो हमारा निर्णय नहीं, बल्कि ये सब परिस्थितियों में प्रभु ने क्या इच्छा रखा और प्रभु का बात क्या है करके जानना
जरूरी है, നമ്മുടെ കർത്തത്വം മുഴുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. क्योंकि हमारा प्रभुत्व संपूर्ण रीति से प्रभु के हाथ में है। ഉദാഹരണമായി നാം നോക്കുമ്പോൾ उदाहरण में अगर हम देखा तो ഒരു വ്യക്തി സൈനിക പട്ടാളത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ एक व्यक्ति अगर वो सैनिक होना चाहता है, सोल्जर होना चाहता है, तो അവന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം वो तो उसका चुनावट के लिए जो इंटरव्यू होता है होने के बाद അതിലെല്ലാം ഫിറ്റ് ആയതിന്റെ ശേഷം और फिर उसका शारीरिक रीति से वो सचमुच फिट है कि नहीं देखने के बाद ഫിസിക്കലും അതുപോലെ തന്നെ മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം फिर फिजिकली और मेडिकली सब विषय में वो फिट है, तो ആ വ്യക്തി അവിടെ അപ്പോയിന്റ്മെന്റ് ആകുമ്പോൾ जब वो व्यक्ति जब चुनकर नियुक्त होकर आता है അതിലെ ഏറ്റവും വലിയ ഓഫീസർ പറയുന്നതാണ് അവൻ അവിടെ ചെയ്യേണ്ടത്. तो वहाँ तो नियुक्त होकर जब वो एक सोल्जर बनकर आता है, सैनिक बनकर आता है, तो वो आर्मी फोर्स में अंदर घुसते ही क्या होगा, वहाँ का जो सबसे बड़ा अधिकारी क्या हुक्म करेगा उसको वही बात मानना पड़ेगा. പിന്നെ നമുക്ക് യാതൊരു അഭിപ്രായവും അവരെ പറയുവാൻ സാധിക്കില്ല. तो ऐसा जब वो सैनिक बन के सोल्जर बनकर आ गया तो चलो ऐसा भी करेगा तो अच्छा है, ऐसा करेगा तो भी अच्छा है, अपना अभिप्राय वो नहीं बोल सकता. അതേസമയം നാം എന്തെങ്കിലും പറഞ്ഞ അതിന് പറയുകയാണെങ്കിൽ അവർ വിചാരിക്കും ഇവനെ സൈനികത്തിൽ ചേരുവാൻ യോഗ്യനല്ല. तो अगर ऐसा उसको कुछ पसंद नहीं आया उस सैनिक को और वो अपना बातें कुछ बता रहा है बोला, तो वहाँ का अधिकारी क्या बोलेगा, तो वो एक सैनिक बनने के लिए काबिल नहीं. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളൊന്ന് വായിക്കാം. लूका का पुस्तक उसका 14 अध्याय उसका 26 और 27. यदि कोई मेरे पास आए और अपने पिता और माता और पत्नी और बच्चों और भाइयों और बहनों वरन अपने प्राण को भी अप्रिय न जाने, तो वह मेरा चेला नहीं हो सकता. और जो कोई अपना क्रूस न उठाए और मेरे पीछे न आए, वह भी मेरा चेला नहीं हो सकता. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നാം അനുഭവിക്കുന്ന വ്യക്തി പറയുന്നത് സകലവും വിട്ട് എന്നെ അനുഗമിക്കാനാണ് പറയുന്നത്. मतलब जो जिसके पीछे हम जा रहे हैं उसका सेवा करने के लिए, उस व्यक्ति का मांग क्या है कि अब जो हमने अपने विषय में जो बात को प्रिय जाना है वो सबको छोड़कर प्रभु को पहला स्थान देकर क्रूस उठाकर उनके पीछे जाना है. നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരൻ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്കുള്ള സകലവും വിട്ട് അവനെ അനുഗമിക്കാനാണ് പറയുന്നത്. हमारा माता पिता, हमारा भाई बहन, बंधु मित्र, हमारा बच्चे और हमारा जमीन जायदाद सब कुछ सबको त्याग कर सबको छोड़कर प्रभु को पहला स्थान देकर वो हमारा प्रभु मानकर चलना है. ഒരു പക്ഷേ നമ്മൾക്ക് അത് വിടാൻ പ്രയാസം തോന്നും. शायद ऐसे इसमें से कुछ बातें ऐसा रहेगा जो हमें छोड़ने के लिए तकलीफ होगा. ഞാൻ എങ്ങനെ ഇവരെ വിട്ട് ഇത്രയും നാൾ ഞാൻ ഇവരുടെ കൂടെ ജീവിച്ച് ഇവര് എനിക്ക് തന്ന എല്ലാ സ്നേഹവും വിട്ട് ഞാൻ ഒരു വ്യക്തിയുടെ പുറകെ കടന്നു പോവുകയാണ്. तो ऐसा कैसा होगा कि इतने साल में मेरे परिवार के साथ जिया, उनका प्रेम मुझे मिला, उनका अनुभव मिला, उनके साथ में रहा, अब इन सब को छोड़कर मैं एक दूसरा व्यक्ति का पीछे हो रहा हूँ. എന്നാൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നെ സകലവും വിട്ട് അവന്റെ കൂടെ പോകുവാൻ അവൻ യോഗ്യനാണ്, അതിലേറെ ഇരട്ടി അവൻ എനിക്ക് തരും എന്ന് അവൻ മനസ്സിലാക്കുന്നു. तो परंतु ये अवस्था में वो व्यक्ति जो जिस व्यक्ति का वो अनुकरण कर रहा है उस प्रभु के विषय में वो एक बात जान रहा है कि मैं जिस व्यक्ति का मैं पीछे हो रहा हूँ वो प्रभु योग्य है, वो काबिल है कि वो सचमुच हमें उसके पीछे जाना है. और वो इतना दयावान है कि जो बातों को उसने हमने छोड़कर जो निकला उसके हिसाब से वो प्रतिफल देने, उसका भरपाई देने के लिए भी वो सामर्थ्य है. എന്നാൽ നമ്മൾക്ക് പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. इस रीति से हमें पुराना नियम में एक व्यक्ति को हम देखते हैं. നാം എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരെടുത്ത് പറയാറുണ്ട്. हम लोग प्रचार करते समय में हमेशा ये व्यक्ति का नाम लिया जाता है. അത് നമ്മുടെ അബ്രഹാമാണ്, നമ്മുടെ പിതാവായ അബ്രഹാമാണ്. और हम जानते हैं कि विश्वास का जो पिता है जो अब्राहम, തന്നെ വലിയവനായ ദൈവം വിളിച്ചു, उसको जब प्रभु ने बुलाया, ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോവുക, मैं तुझे उस नगर पे लेकर जाऊंगा जो मैं तुझे दिखाने वाला हूँ. ഒരു വിവരവും ഇല്ല, എങ്ങോട്ട് പോകണം, ഏത് വഴി പോകണം, ഏത് വഴിയാണ് പറ്റിയത് എന്നൊന്നും അറിയത്തില്ല. तो वो नगर के बारे में बोलते समय में अब्राहम के पास कोई जानकारी नहीं, वो नगर किस जगह पर है, उस नगर का अवस्था क्या है, क्या क्या बातें होगा, रास्ते में क्या है करके कुछ भी जानकारी नहीं है. സകലം ത്യജിക്കണം. और जाते समय में उसको क्या करना पड़ेगा, उसको सब कुछ छोड़ना पड़ेगा. അതാണ് കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കണമെങ്കിൽ സകലവും ത്യജിക്കണം, തന്നെത്താൻ ത്യജിക്കണം എന്നാണ് നമുക്കിവിടെ വായിക്കുവാൻ इसके കഴിയുന്നത്. लिए प्रभु जब कहते समय में यदि तुम्हें अगर मेरे पीछे होना है तो तुझे अपना सब कुछ छोड़ना पड़ेगा, यहाँ तक कि अपने आप को भी इनकारना पड़ेगा. എന്നാൽ നമ്മൾക്ക് രണ്ടാമതായി കാണുവാൻ കഴിയുന്ന വളരെ കഠിനമായ ഒരു കാര്യമാണ്. उसके बाद हम देखते हैं कि जो एकदम एक कठिन बात है वहाँ पर प्रभु कहता है, जो दूसरी बात है. തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. तो पहला बात
बात था कि उसको सब कुछ छोड़ना है। दूसरा बात क्या प्रभु कहता है, पीछे होते समय में अपना क्रूस उठाकर आना है। നമ്മൾക്കറിയാം ക്രൂശ് ദർശിക്കുന്നത് എന്താണ് എന്ന്. हम जानते हैं कि क्रूस क्या दर्शाता है, മരണമാണ് അവിടെ ദർശിപ്പിക്കുന്നത്. मृत्यु को दर्शाता है। നമ്മൾക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. हम जानते हैं कि हमारा प्रभु भूमि पर आया, അവനെ എതിരെ നിന്ന ആളുകൾ അവനെ ക്രൂശിച്ചു. उनके खिलाफ जो रुके हुए लोग थे उन्होंने प्रभु को क्रूस पे चढ़ाया। എന്നാൽ നമ്മൾക്ക് പറയുന്നത് കഷ്ടതയിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, പരിഹാസങ്ങളിൽ കൂടി, വേദനയിൽ കൂടി കർത്താവ് കടന്നുപോയതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു. और ये उतना ही नहीं, प्रभु कष्टता के द्वारा, निंदा के द्वारा, ये सब दुख वेदना से प्रभु गुजरा। സൃഷ്ടി കർത്താവിനെ സൃഷ്ടി അവിടുന്ന് ത്യജിച്ചതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और पूरा सृष्टि ने प्रभु को ठुकराया करके हम देखते हैं। എന്നാൽ നമ്മൾ ഒന്ന് ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, അവന് മൃഗങ്ങളോടും അതുപോലെയുള്ള പക്ഷികളോടും അതിനെ ഭജിക്കുവാൻ തക്കവണ്ണം കടന്നുപോയതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നുകൊരുത്തിയിൽ നമ്മൾക്ക് കാണുകയാണ് കർത്താവിനെ ഇത് ചെയ്യാതെ അവർ കടന്നുപോയത്, അവര് കർത്താവിനെ വിട്ട് മറ്റു മൃഗങ്ങളെയും അതുപോലുള്ള കാര്യങ്ങളെയും ഭജിക്കുവാൻ കടന്നു. हाँ, और फिर हम लोग रोमियो का पुस्तक में हम लोग पढ़ते समय में वहां पर हम इस रीति से हम देखते हैं कि जो महान सृष्टि करता है, जो सारा आराधना के लिए और प्रभुत्व स्वीकारने के लिए जो योग्य है, मनुष्य ने क्या किया, उस महान प्रभु सृष्टिकर्ता को छोड़कर सृष्टि किया हुआ पेड़, पशु, जानवर, उड़ने वाले और रेंगने वाले, उनको उनके नाम पे मूर्ति बनाकर उनको उन लोग ने सेवा करने लगे। എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ ക്രൂശ് എടുക്കുവാൻ യോഗ്യനായ വ്യക്തി അവൻ മാത്രമാണ്. परंतु हम ये बात को पहचानते हैं और समझते हैं, क्या समझते हैं कि हम अपने आप को ठुकराकर, क्रूस उठाकर किसी पीछे का अगर अनुकरण करना है तो, किसी के पीछे जाना है तो वो सिर्फ प्रभु ही है, वो योग्य व्यक्ति जिसके पीछे हमें जाना है। നമ്മൾക്കാണ് നമ്മുടെ യോഗ്യത എന്താണ്? हम जानते हैं कि हमारा काबिलता क्या है। നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറയുവാനുണ്ടോ? हमारे पास ऐसा कुछ भी गुण विशेषता है कि अच्छी बात है क्या बोलने के लिए? ഒരു കാലത്തും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ യോഗ്യതയില്ലാത്ത कोई भी समय में प्रभु की उपस्थिति में खड़ा रहकर कुछ अच्छा बात बोलने के लिए कुछ भी गुण हमारे पास नहीं है। ജാതികളായ നമ്മൾ, हम जो अन्य जाति है, എന്നാൽ ഇസ്രായേൽ മക്കളെ പറയുന്നത് അവൻ ദൈവത്തിന്റെ ജാതിയാണെന്നാണ്. परंतु इसराइल के विषय में वहाँ पर पढ़ते हैं कि ये इसराइल तो कम से कम प्रभु के लोग हैं। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ജാതിക്കും ഇസ്രായേലും യാതൊരു ബന്ധമില്ല എന്ന്. और फिर आगे हम पढ़ते हैं कि हम देखते हैं इसराइल और अन्य जाति के विषय में कोई भी रिश्ता नहीं है। എന്നാൽ നമ്മൾക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് അവരെ സ്വീകരിക്കുന്നതിനേക്കാൾ അധികമായി അവനെ ത്യജിച്ചു, എന്നാൽ ജാതികൾ അവനെ സ്വീകരിച്ചു എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. तो इसके लिए प्रभु अपने लोगों के बीच में जब आया, इसराइली लोगों के बीच पर आया, उसका परिणाम क्या हुआ? जो प्रभु के लोग हैं, जो उस प्रभु को स्वीकारना चाहिए था, उन्हीं लोगों ने प्रभु को ठुकराया और उस पे क्रूस पर चढ़ाया। और जो अन्य जाति थे, जो परमेश्वर से दूर थे, इसराइल से दूर था, परमेश्वर कौन है जानता नहीं था, उनको सौभाग्य मिला, उन लोगों ने प्रभु को चुना, प्रभु को अपनाया। എന്നാൽ അവൻ രാജാവായി വന്നത്, അവൻ രാജാവാന്ന് സ്വീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ പാപികളും ദോഷികളും നിഷ്ഠൂരന്മാരും അറിയിക്കപ്പെട്ടവരും ബലഹീനരും ശത്രുക്കളുമായിരുന്ന നമ്മൾക്ക് ജാതികളായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ കർത്താവ്, നമ്മുടെ ലോകരക്ഷകൻ, നമ്മുടെ രക്ഷകനാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. तो वो अपने लोगों के बीच में आया, राजाओं का राजा बनकर अपने लोगों के बीच में आया, परंतु अपने लोगों ने उसको पहचाना नहीं। और जो अधिकार और हुकूमत में जो आया था, उस इज्जत और गौरव उसको ना देते हुए उसी को क्रूस पर चढ़ाया। पर हम जो पापी है, हम जो दोषी है, हम जो शत्रु है, जो परमेश्वर के खिलाफ है, हम जैसे शापित लोगों ने ये बात को पहचाना और माना कि ये ही राजा का राजा है और ये सारा आराधना का स्वीकारने के लिए योग्य है, इसलिए इसके पीछे चलो। എന്നാൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, നമ്മൾക്ക് അവനെ അറിയുവാനും നമ്മൾക്ക് അവനെ അനുഗമിക്കാനും അവനെ പിന്തുടരുവാനും അവന്റെ ക്രൂശ് എടുത്ത് നമ്മുടെ അന്ത്യത്തോളം പോകുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം. और इसके लिए मैं प्रभु को उस विषय के धन्यवाद देना चाहता हूँ कि प्रभु ने हमको एक सौभाग्य दिया, एक मौका दिया कि हम जो कुछ भी थे ही नहीं, हमारा कुछ भी मूल्यता नहीं था, ऐसे हम जैसे लोगों को प्रभु ने मौका दिया कि तुम लोग आओ, अपना क्रूस उठाकर आओ, तुम मेरे चेले बनने का तुमको मौका है बोलकर प्रभु हमको अवसर दे रहा है। എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ അനുഗമിച്ചിരിക്കുന്ന വ്യക്തി നമ്മളെ നയിക്കുവാൻ, നമ്മളെ അന്ത്യം വരെ കൊണ്ടുപോകാൻ, നമ്മളെ അവൻ സന്നിധിയിൽ എടുക്കുന്നവരെ അവനെ നമ്മെ നടത്തുവാൻ ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടതകൾ വരാം, പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, രോഗങ്ങൾ വരാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മരണം തന്നെ സംഭവിച്ചേക്കാം. എന്നാലും അവൻ നമ്മോട് കൂടെയുണ്ട്. അനുഗമിക്കുവാൻ യോഗ്യനായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. परंतु हम अच्छी तरह से जानते हैं कि जिस प्रभु के हम लोग पीछे हो रहे हैं, वो इतना काबिल है, वो इतना बलवान है कि हम उसके पीछे जा सकते हैं, ताकि उस
उस महान प्रभु वो हमें संभालता है, वो हमारा देखभाल करता है। सब प्रभु का, सब तकलीफ का अवस्थाओं में, क्लेशों में, दुखों में, वेदनाओं में, यहाँ तक कि मृत्यु में अगर हमको सामना करना पड़े तो उस महान प्रभु के लिए ये हमारा सौभाग्य है कि प्रभु के लिए ये सब सहना है बोलकर समर्पण करना चाहिए, क्योंकि वो उतना योग्य है। എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയാണ്. और प्रभु ने इसके केवल उतना ही नहीं, उसके पीछे होना सिर्फ उतना ही नहीं, बल्कि हमें उसके पीछे होकर उसके सद्गुणों को, हमारा प्रभु कितना महान है, उस सद्गुणों का वर्णन करने के लिए प्रभु ने हमको चुना है। എന്നാൽ നമ്മൾക്ക് അനുഗമിക്കുവാൻ യോഗ്യനായ വ്യക്തി അവൻ പറയുന്നത് തന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുവാൻ, നമ്മൾക്ക് അവനെ അനുഗമിക്കാം, അന്ത്യത്തോളം നമ്മൾക്ക് മുന്നോട്ട് പോകാം. और इसके लिए जो जिस प्रभु ने हमको बुलाया है, वो प्रभु ने जो हमारे विषय में हमें बुलाते समय में वो एक बात कहता है कि अपना क्रूश उठाकर आओ। तो इसलिए आओ, सचमुच अंत तक विश्वास योग्यता के साथ हम लोग क्रूश उठाते हुए उस प्रभु के पीछे हुए। ഈ അനുഗമിച്ചിരിക്കുന്ന വ്യക്തിയെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുവാനാണോ നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് നോക്കാം. तो इसके लिए आओ हम देखें, एक बात को देखें कि इस प्रभु के पीछे अगर हम लोग जाएंगे तो हमारा जो जीवन है वो खो बैठेगा या हमारे जीवन में कुछ बात हमको मिलेगा या कुछ पा सकते हैं, ये बात को भी हमें देखना है। എന്നാൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, അതുപോലെ തന്നെ അവന്റെ ജീവനെ രക്ഷിപ്പാൻ നമ്മുടെ ജീവനെ പൂർണ്ണമായും അവന്റെ കരങ്ങളിലാണ്. നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മളെ ഒരിക്കലും അവൻ മരണത്തിലേക്ക് വീഴുകയില്ല, അവൻ നമ്മളെ കൈവിടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. एक बात हम जानते हैं कि जो कुछ अगर हमने अपना प्राण को बचाने के लिए अपने आप को अगर हमने दिया, प्रभु को पीछे नहीं हुआ, अपने आप को बचाने के लिए अगर कोशिश किया तो हम खो बैठेंगे, वो राज्य के विषय की बातों को हम खो बैठेंगे। लेकिन हमारा प्रभु कितना बड़ा दयालु है कि वो जब हमें बुलाते समय में वो इतना विश्वास योग्य है कि उसने देख रहा है कि हमने कुछ बातों को छोड़कर आया है, इसलिए वो इतना दयावान है कि उसके हिसाब से हमको वो प्रतिफल देगा। ആരെങ്കിലും അവന്റെ സുവിശേഷത്തെ കുറിച്ച് സുവിശേഷ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കുമെന്ന് 8-ാം അധ്യായം 35-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുന്നത് നമുക്ക് കാണാം. उसका 8 का 35 का वाक्य उसका बी पार्ट में सुसमाचार के निमित्त पढ़ना 8 का मरकोस। जो कोई मेरे और सुसमाचार के लिए हाँ। अपना प्राण खोएगा हाँ। वो उसे बचाएगा। तो वो जो अपना प्राण को खो रहा है उस सुसमाचार के निमित्त वो बचा रहा है, वो कुछ पाएगा। ഏത് സാഹചര്യത്തിലുള്ള വ്യക്തി ആയാലും वो भले ही वो व्यक्ति कौन सा भी परिस्थिति में क्यों ना हो, എല്ലാ നേട്ടങ്ങളും അവഗണിച്ച് या अगर उसने दुनिया में बहुत सा कमाई मिल रहा है, ये बात उसको कमाई के पीछे जाकर अगर वो जा रहा है, ऐसा नहीं, बल्कि मुझे कमाई को खोना पड़ेगा प्रभु को पाने के लिए, ऐसा अगर वो अपने आप को समर्पण कर रहा है तो എനിക്ക് എന്ത് സംഭവിച്ചാലും भले ही मुझे कुछ भी हो जाने दो मेरे साथ, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആശങ്കപ്പെടേണ്ട हाँ, तो मुझे दुखी होकर चिंतित होने की जरूरत नहीं है, നാം ദൈവത്തിൽ ആശ്രയിക്കുക. बल्कि मुझे प्रभु पर भरोसा करना है। ഉദാഹരണമായി അബ്രഹാമിനെ പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. इस विषय में अब्राहम को जब हम देखें तो താൻ ഒരു കാര്യം പറഞ്ഞു, അവൻ സകലവും വിട്ടു. അവൻ ഒരു കാര്യം മാത്രമേ ഉള്ള അവന് കർത്താവിനോട് ചോദിക്കുവാനുണ്ടായിരുന്നു. तो उसने प्रभु को, उसने सब बातें छोड़कर वो आया था और उसने सिर्फ एक ही मांग प्रभु से किया, അവൻ അറിയാത്ത ഒരു ദേശത്തേക്ക് പോയി. मैं एक ऐसा अनजान देश में जा रहा हूँ, എന്നാൽ വലിയവനായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ പോകേണ്ടുന്ന വഴി അവൻ കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് വായിക്കുവാൻ. परंतु वो भले ही एक अनजान देश में जा रहा था, वो हम क्या उसका अब्राहम का अनुभव हम क्या देखते हैं, अनजान देश में जाते समय में परमेश्वर उसके साथ था और प्रभु उसका हर रास्ते में उसको साथ निर्देशन देकर वो चल रहा था, അവൻ എത്തിക്കേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കും. അവൻ വല്ലഭനാണ്. क्योंकि हमारा प्रभु इतना महान है कि जिस लक्ष्य के लिए उसने हमें बुलाया है, बुलाते समय में वो प्रभु ये बात देखेगा कि उस लक्ष्य में हमें पहुंचाए और अंत तक वो हमारे साथ रहेगा। എന്നാൽ നമ്മൾക്ക് കഴിവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന് ഒരു കാര്യം മാത്രമേ കർത്താവിനോട് ചോദിക്കുവാനുള്ളായി. फिर भी अब्राहम को एक बात उसने मांग किया എന്നാൽ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം നടന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. और वो मांग का पूर्तिकरण आगे हुआ। എന്തവൻ ചോദിച്ചോ അത് അവൻ നൽകി എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. क्या उसने मांगा वो उसको पूरा हुआ करके हम देखते हैं। എന്നാൽ വലിയവനായ ദൈവം ആ വ്യക്തിയെ കൊടുത്തതിനെ തിരിച്ചു വാങ്ങുവാൻ ഒരു കാര്യം ആ ഒന്ന് ചോദിക്കുന്നതായി നമ്മൾക്ക് വായിക്കുന്നുണ്ട്. और फिर भले उसको वो चीज मिल गया हो, आगे चलकर यही प्रभु जो चीज उसको दिया था उसे प्रभु वापस मांग रहा है ഒരു മടിയും കൂടാതെ അത് കൊടുത്തതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. और हम क्या देखते हैं कि बिना हिचकिचाए जिस प्रभु ने मुझे दिया है उसी को मैं वापस लौटाऊंगा बोला, बिना हिचकिचाए, बिना घबरा, मतलब वो पूर्ण भरोसे में उसने दिया.
നാം വായിച്ചതുപോലെ നമ്മൾക്ക് വായിച്ചതുപോലെ മാതാപിതാക്കളെയോ ബന്ധുമിത്രാദികളെയോ കുഞ്ഞുകുട്ടികളെയോ എല്ലാം വിട്ടു വന്നാലും വലിയവനായ ദൈവം അതിലേറെ തരുമെന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो जैसा आपने पढ़ा कि तुम अपना माता पिता भाई बहन बंधु मित्र सबको छोड़कर त्याग कर जब तू पूर्ण रीति से प्रभु को पहला स्थान देकर आएगा तो वो प्रभु वो काबिल है और वो बलवान है, वो हमारा सारा रिश्ते को वो संभालता है और हमारा सारा रिश्ते को वो आशीषमय करता है. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിച്ചു. അവനെ അതിലുവേറെയായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് സകലരുടെയും പിതാവായി അവനെ എണ്ണി എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. और क्योंकि अब्राहम ने इस रीति से जब वो बलि करने के लिए बिना हिचकिचाए अपना बेटे को अर्पण किया तो उसका परिणाम क्या हुआ? उसका बेटा ही बचा. केवल उतना ही नहीं बल्कि उसको विश्वासियों का पिता कहलाने का जो शीर्षक है उसको वो सौभाग्यता उसको मिला. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ സകല സമ്പാദ്യവും നേടുവാൻ കഴിഞ്ഞെങ്കിൽ തന്നെയും तो भले ही इस दुनिया में विश्वासी बोल रहे हैं लेकिन उसने पूरा दुनिया को अगर कमा लिया നമുക്കൊന്നും ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും और यहाँ तक कि कुछ भी नहीं है अगर ऐसा परिस्थिति हुआ, എന്നാൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. इन सब परिस्थितियों में एक बात हमें जानना है, നീ ലോകം മുഴുവൻ നേടിയാലും तू भले ही पूरा दुनिया जीत ले, നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? तू तेरा प्राण को खो बैठा तो तेरा क्या फायदा? പ്രിയമുള്ള ദൈവജനമേ, हे प्रियो, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാനാണ് വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. इसके लिए प्रियो वो हमें छुटकारा देने के लिए और हमें उद्धार देने के लिए वो आया है. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും तो इसके लिए दुनिया में की बातों में कोई भी चीज या सब चीज भी अगर हमारे पास है तो നമ്മൾക്ക് ഒന്നിനും കുറവില്ല എങ്കിൽ തന്നെയും यहाँ तक कि कोई भी शारीरिक चीज का घटी नहीं है, ऐसा अवस्था में भले हम जी रहे हो, എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. परंतु हमारे अंदर एक आत्मा है. ആ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നത് तू इस दुनिया में तू एकदम धनवान होकर कोई भी कमी नहीं है, शारीरिक तकलीफ नहीं है, ऐसा मनोभावना में जी रहा है, लेकिन आगे मरने के बाद तेरा प्राण नरक में गया तो वो कमाई का क्या फायदा? മാർക്കോസിന്റെ സുവിശേഷം 8-36 വാക്യത്തിൽ നമുക്ക് അത് വായിക്കുവാൻ കഴിയും. मरकोस 8:36 में हम इस रीति से हम पढ़ते हैं. നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? पढ़ना, यदि मनुष्य सारे जगत को प्राप्त करे और अपने प्राण की हानि उठाए तो उसे क्या लाभ होगा? तो उसको क्या लाभ होगा? നമ്മൾ സർവ്വലോകം പിടിച്ചടക്കിയെന്ന് വരാം. पूरा दुनिया को भले हमने कब्जा कर दिया होगा, നമുക്കൊന്നിനും കുറവില്ലാത്തവരായിരിക്കും. हमें कोई भी चीज की कमी नहीं घटी नहीं, ऐसा परिस्थिति में पहुंच गए रहेंगे. മനുഷ്യർ നോക്കുമ്പോൾ നമ്മൾ വലിയവരാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. दुनिया वाले ने देखा, मनुष्य लोगों ने देखा, अरे इसके पास कोई कमी नहीं, एकदम खुशी से जी रहा है. നമ്മൾക്ക് സമ്പത്തിന് യാതൊരു പ്രയാസവുമില്ല. हमको धन संपत्ति में कोई कमी नहीं है. മറ്റുള്ള ജനങ്ങളെ നമ്മളെ കാണുന്നത് ഏത് വിധമാണെന്ന് നമ്മൾക്ക് നോക്കാൻ കഴിയുന്നുണ്ട്. तो दुनिया के लोग किसी भी रीति से हमको भले देख रहा हो, നാം ഈ ദുനിയായിലുള്ള ആളുകളെ കാണും അവൻ വലിയവനാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. वो व्यक्ति ने बाकी दुनिया के सभी लोगों से, दुनिया से भी सबसे बड़ा व्यक्ति मैं हूँ करके ऐसा मनोभावना भी अगर रख दिया तो, നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് परंतु हम देखते हैं कि നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? तू अपना प्राण का हानि उठाया तो जिसके वजह से तेरा आत्मा नुकसान नरक में जाएगा, ऐसा होगा तो उसका क्या फायदा? നമ്മൾക്ക് ഒരു വ്യക്തിയെ കുറിച്ച് സുവിശേഷത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. एक व्यक्ति के बारे में हम सुसमाचार में पढ़ते हैं, അവന്റെ കളപ്പുരകൾ അവൻ പൊളിച്ചു പണിഞ്ഞു. കളപ്പുരകൾ പൊളിച്ചു പണിഞ്ഞു. उसने अपना घर को बहुत तोड़कर अच्छे से सजाया ധാന്യങ്ങൾ മുഴുവൻ അത് കൂട്ടിവെച്ചു. और पूरा धन और भंडार को उसने जमा करके रखा. ഒന്നിനും കുറവില്ല. और फिर वो उसने अपने मन में बोलने लगा कि मुझे अभी कोई चीज की घटी नहीं है. അവിടെ ഒരു ചോദ്യം വരുന്നതായി നമ്മൾക്ക് വായിക്കും. तुरंत वहां पर एक सवाल वहां पर आ रहा है. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. वो सोचने लगा मैं अभी जीऊंगा, खाऊंगा, आनंद करूंगा, उल्लास करूंगा. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അല്പസമയം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അവന് നിന്റെ ജീവനെ നഷ്ടമാക്കി. മൂട, നിന്നെ ഞാൻ ഇപ്പോൾ വിളിക്കുകയാണെന്ന് നമ്മൾക്ക് ഒരു വാക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. तो वहां पर फिर उससे एक सवाल आता है कि हे व्यक्ति, हे मूर्ख, अगर मैंने अभी तेरा प्राण का मांग किया तो अभी ये जब जो कमाया है उसका क्या फायदा? अपने प्राण के बदले तू क्या दे सकता है? പഴയ നിയമത്തിൽ ഒരു രാജാവുണ്ട് ഇങ്ങനെ. पुराने नियम में एक राजा को हम देखते हैं, കാണുവാൻ കഴിയുന്ന യെരൂശലേമിലെ പാത്രങ്ങളിൽ അവൻ വീഞ്ഞു കുടിച്ച് അട്ടഹസിച്ച് അവന്റെ വെപ്പാട്ടികളോടും അതുപോലെ സകല രാജ്യത്തിലെ രാജാക്കന്മാരോടും കൂടി ഉല്ലസിക്കുമ്പോൾ ഒരു ചോദ്യം അവിടുന്ന്. हम देखते हैं कि एक संसार का एक ऐसा राजा को देखते हैं पुराने नियम में, जो उसने यरूशलेम का मंदिर से जो भी बर्तनों को लेकर एकदम उल्लास के साथ, आनंद के साथ पूरा मनोरंजन करके अपना पूरा रखेलों को बुलाकर और दूसरे देशों के राजा और अधिकारियों को बुलाकर उसके साथ एकदम जश्न मना रहा है, खुशी मना रहा है. वहां पर भी एक सवाल उसको आया. അവന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ ഒരു കയ്യെഴുത്ത് പോകുന്നത് നമുക്ക് കാണുവാൻ. उसका जो महल में एक हाथ आकर उस हाथ ने कुछ लिखा.
मैंने തെക്കേൽ ഉപവാസി ഒരു വാക്യം അതിൽ ആ ഭിത്തിയിൽ കൂടി കടന്നു मैंने तकेल करके वहाँ पर लिख कर एक सवाल उसको पूछा गया, ഞാൻ നിന്നെ അളന്നു, मैंने तुझे तोला हूँ നിന്നെ കുറവുള്ളവനായി കണ്ടു, और तोलते समय में तुझमें कमी पाया, ഇനി നിനക്ക് യാതൊരു രക്ഷയില്ല. अभी तू बच नहीं सकता, ഇന്ന് നിന്റെ ജീവൻ ഞാൻ നിന്നിൽ നിന്നും आज तेरा प्राण को मैं तेरे से लूंगा। എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സർവ്വലോകവും നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തോ പ്രയോജനം. उसके लिए प्रभु वहाँ पर पूछ रहा है कि तू पूरा दुनिया को अगर कमा लिया हो, तू अगर अपना प्राण की हानि उठाया तो उसका क्या, उसके बदले तू क्या दे सकता है, उसका क्या लाभ होगा तुझे। പ്രിയമുള്ള ദൈവജനമേ, इसलिए हे मेरे प्रिय लोगों, നാം സ്വീകരിച്ചിരിക്കുന്ന വലിയവനായ ദൈവം, हमने जिस प्रभु को हमने स्वीकारा है, സകലത്തിനും മതിയായവനായ ദൈവം, वो सब चीज के लिए हमारे लिए पूर्णता है। അനുഗമിക്കുവാൻ യോഗ്യനായ ദൈവം. एक ऐसा प्रभु जिसके पीछा होने के लिए वो योग्य है, എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന അവനെ അനുഗമിക്കണമെങ്കിൽ परंतु अगर उसके पीछे अगर होना है तो നാം തന്നെത്താനെ നമ്മൾ ത്യജിക്കണം. सबसे पहले हम देखते हैं कि हमें अपने आप को नकारना है, നാം തന്നെത്താനെ ഇല്ലാതാവണം. मतलब हम अपने आप को शून्य करना है അവന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കണം. और उसका क्रूस उठाकर उनके पीछे जाना है। നമ്മുടെ ജീവനെ നഷ്ടമാക്കുവാനല്ല, നമ്മുടെ ജീവനെ രക്ഷിക്കുവാനാണ് അവൻ വന്നത് എന്ന് നമ്മൾക്ക് വായിക്കുവാൻ और കഴിയും. हमें समझना है कि ये प्रभु जो आया हमारा प्राण खो बैठे उसके लिए नहीं, बल्कि हमारा प्राण बच जाए इसके लिए वो आया, बचाने के लिए आया। അവന്റെ സുവിശേഷം ഈ ലോകത്തിലേക്ക് അറിയിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ദണ്ഡിപ്പിക്കാം, നമ്മൾക്ക് ഒരു കട്ടെ ജീവഹാനി ഉണ്ടായെന്ന് വന്നേക്കാം. तो इस महान प्रभु जो हमारा देखभाल करता है और हमें संभालता है, आत्मिक रीति से सब बातों में तृप्त करता है, उस प्रभु का अनुकरण करते हुए सुसमाचार के लिए जब इस दुनिया में हम जाते समय उस सुसमाचार के नाम के लिए हमें शायद को दुख उठाना पड़ेगा, शरीर में वेदना उठाना पड़ेगा, चोट आएगा, यहाँ तक कि मरना भी पड़ेगा, എന്നാൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. परंतु जो प्रभु ने हमें बुलाया है वो विश्वास योग्य है, നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. वो हमें कभी छोड़ेगा नहीं, അന്ത്യം വരെ നമ്മളെ നടത്തും. अंत समय तक वो हमें चलाएगा। നമ്മുടെ നിത്യജീവന നമ്മൾ ഇവിടുന്ന് പോയാൽ തന്നെ जैसे हम जाएंगे നമ്മൾക്ക് ഒരു പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. हमको एक आशा प्रभु ने दिया है, അവനോട് കൂടെ നിത്യകാലം വസിക്കുമെന്നുള്ള ആ പ്രത്യാശ. और वो आशा है कि हम जैसे ही अब तुरंत हम इस दुनिया को छोड़कर हम जाएंगे, तुरंत ही उसी क्षण से सर्वदा के लिए हम उसी प्रभु के साथ रहेंगे जिसका पीछे हमने आज किया। ഒരു കാലത്തും ഒരിക്കലും ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും തരുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു കാര്യമാണ് വലിയവനായ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. ये पूरा संसार, ये पूरा दुनिया कमाकर जो चीज हमको दे रहे करके दुनिया वाले बोल रहे मनुष्य हमको देंगे करके हमको प्रतिज्ञा दिया है, तो भी परंतु प्रभु जो हमको चीज दे रहा है वो एक ऐसा चीज है जो ये दुनिया में नहीं मिलेगा, न ही कोई लोग हमको दे सकता है। ऐसा बड़ा चीज है प्रभु ने हमको देकर रखा है। ഈ ലോകം ഭക്ഷണത്തിൽ നിറഞ്ഞ ലോകമാണ്. ये दुनिया जो है भ्रष्ट हो चुका है, നമ്മൾക്ക് അത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम पढ़ते हैं, എന്നാൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത് ആ തലമുറ ഇനിയും വരുന്ന തലമുറ ഏത് വിധത്തിലുള്ളതാണ് എന്ന് നമ്മൾ നോക്കുക. और हम ये बात भी समझना है कि ये संसार तो ऑलरेडी भ्रष्ट हो चुका है, परंतु ये दुनिया में जीने वाले लोग और उसके पीढ़ी के लोग आगे चलने का पीढ़ी और भी भ्रष्टता हो रहा है और भी गिरते जा रहा है। പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ തലമുറകളെ ഓർത്ത് നാം കരയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. इसके लिए प्रियो, खास रीति से एक नया जन्म पाया हुआ विश्वासी अपने पीढ़ी के लिए अगर प्रभु उसको जीने के लिए मौका दे रहे हैं तो उसको सचमुच प्रभु की उपस्थिति में समर्पण करना है, നാം അനുഗമിക്കുന്ന കർത്താവിനെ അവർക്ക് അനുഗമിക്കുവാൻ ഇഷ്ടമില്ല. क्योंकि हम जिस प्रभु को हम मानते हैं और जिस प्रभु को हम मानकर हमारा प्रभु तू है योग्य है बोलकर अपने आप को समर्पण करके जिस प्रभु का प्रभुत्व को हमने स्वीकारा, अगला पीढ़ी उस प्रभु को प्रभु है करके स्वीकारने के लिए तैयार नहीं है। അവർക്ക് കീഴ്പ്പെടുവാനുള്ള മനസ്സില്ല. हमने जिस प्रभु को समर्पण करके समर्पण दे दिया अपने समर्पण को, हमारा अगला पीढ़ी समर्पण नहीं कर रहा, मन नहीं है उनको। നാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പറയുവാൻ കഴിയുന്നുണ്ട് നാം അവന് കീഴ്പ്പെട്ടിരിക്കുക. क्योंकि हमने हमारा प्रभुत्व को प्रभु के अधीन में समर्पण करके देने के वजह से हम ये बोल पा रहे हैं कि हमारा प्रभु आप है और हम आप ही के नीचे हम समर्पण कर रहे हैं करके। എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് അഭിമാനമാണ് ഉണ്ടാവുന്നത്. और ऐसा हम लोग करते समय में उस प्रभु के विषय में सिर्फ अच्छा बातें बोलने के लिए और वो हम खुश है, तृप्त है कि बल्कि प्रभु के बारे में अच्छा बोलने के लिए हमारा मन हो रहा है। ഈ ലോകത്തിൽ ആരെയും അനുഗമിക്കുവാൻ പറ്റിയ യോഗ്യതയുള്ളവർ ആരും തന്നെ ഇല്ല.
इस दुनिया में इस रीति से और कोई मनुष्य ऐसा नहीं है कि उनके पीछे होकर और वो योग्य है बोलकर इस रीति से आप पीछे हो ले। നമ്മൾക്ക് കാണുവാൻ കഴിയും നമ്മൾക്ക് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ. क्योंकि इस दुनिया में एक ही व्यक्ति है जो योग्य है और काबिल है, जिसका अनुकरण हमें करना है, जिसका पीछे होना है। ആ മത്സ്യബന്ധനക്കാരോട് പറഞ്ഞതുപോലെ जिस तरह प्रभु ने मछुआरों से कहा, നിങ്ങൾ വിട്ട് എന്നെ അനുഗമിക്കുവിൻ, ये सब छोड़ो और मेरे पीछे आओ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. मैं तुमको मनुष्य पकड़ने वाला बनाऊंगा। വലിയവനായ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. हमारा प्रभु ने जिस प्रभु ने हमको बुलाया है और जिसके पीछे जा रहे हैं, उस प्रभु ने हमको यही जिम्मेदारी दिया है। നമുക്ക് പ്രയാസങ്ങൾ നേരിടാം സുവിശേഷ മുഖാന്തരം. सुसमाचार के निमित्त हमको कष्ट सहना पड़ेगा। എന്നാൽ നമ്മൾക്കിപ്പോ കാണുവാൻ കഴിയുന്ന നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. आप लोगों ने शायद नॉर्थ इंडिया में जो घटनाएं और सुसमाचार के नाम पे विश्वासियों के ऊपर आने वाला सतावट को आपने शायद सुना होगा। ഛത്തീസ്ഗഡിലെ അതുപോലെ പിന്നെ ബീഹാറിലെ അതുപോലെ ഉത്തരാഖണ്ഡിലെ ആ സ്ഥലങ്ങളിലെ അതുപോലെ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. छत्तीसगढ़, पंजाब में, बिहार में, यूपी में, यहाँ तक कि मैं जो जहाँ पर रह रहा हूँ दिल्ली बॉर्डर में, वो सब जगह पर सुसमाचार के नाम पे बहुत कष्ट हमको सहना पड़ रहा है। എന്നാൽ നമ്മൾ അനുഗമിച്ചിരിക്കുന്ന ദൈവം നമ്മളെ കാക്കുവാൻ വിശ്വസ്തനാണ്. परंतु हमने जिस प्रभु का अनुकरण किया है और जिस प्रभु का पीछे हो रहे हैं, वो इतना काबिल है कि वो हमें संभालेगा। എന്നാൽ അവൻ മതിയായവനാണ്, क्योंकि वो हमें तृप्त करता है, അവൻ യോഗ്യനാണ്, वो योग्य है। അവന്റെ ക്രൂശ് എടുത്ത് അനുഗമിച്ചാൽ നമ്മൾക്ക് പ്രതിഫലം പൂർണ്ണമായി ലഭിക്കും. और उसका क्रूश को अगर हम लोग पकड़े रहे, थामे रहे, अपने आप को नकार कर क्रूश को थामे रहा, तो क्योंकि हमने ये किया, वो इतना काबिल है कि वो हमें प्रतिफल भी देगा। ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് വലിയവനായ ദൈവം സഹായിക്കുകയില്ല എന്ന്. ऐसा कभी नहीं सोचना कि इतना मैंने सब कुछ किया, ये प्रभु सहायता नहीं करेगा। അവൻ അനുഗ്രഹിക്കുകയില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ऐसा कभी नहीं सोचना कि इतना मैंने सब कुछ किया और ये प्रभु आशीष नहीं करेगा। നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന മുഴുവൻ അവൻ തന്ന അനുഗ്രഹമാണ്. प्रियो, एक बात देखना, अपने जीवन को ध्यान से देखना, अभी तक हमारे पास जो भी कुछ है वो प्रभु का अनुग्रह की वजह से है। നമുക്ക് അവന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാം. इसलिए आओ, जितना समय बचा हुआ है पूरा समर्पण करते हुए उनका क्रूश उठाकर हम चले, അവൻ അനുഗമിക്കാൻ യോഗ്യനാണ്. क्योंकि उसका पीछे होने के लिए वो योग्य है। നമ്മൾക്ക് കാണുവാൻ നമ്മുടെ സർവ്വം നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ പ്രിയമുള്ള ദൈവജനമേ നമ്മുടെ അവസ്ഥ എന്തായി? प्रियो, जरा सोचो, जैसा अभी हमने देखा कि एक व्यक्ति ने, एक मनुष्य ने पूरा दुनिया को अगर उसने कमा लिया हो, पूरा संसार का सभी वस्तुओं को उसने अपना बना लिया, लेकिन वो अपना प्राण का हानि उठा रहा है, उसके बदले वो क्या दे सकता है? कुछ भी नहीं दे सकता। നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവനെ മുറുകെ പറ്റി മുന്നോട്ട് ജീവിക്കുക. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. हमने जो प्रभु को हमने जाना है और समझा है, वो विश्वास योगी प्रभु है। उस जाना हुआ प्रभु को हम लोग अंत तक थामे रहे, क्योंकि वो कभी हमें छोड़ेगा नहीं, कभी हमें अकेला नहीं रखेगा। अंत तक विश्वास योग्यता के साथ वो हमें चलाएगा। നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയെന്ന് ചിലപ്പോൾ വിചാരിക്കാം. शायद ऐसा हम लोग सोच सकते हैं कि ये शायद मेरा काबिलता के वजह से ऐसा मैंने प्रभु को पाया है, ऐसा एक गलतफहमी आ सकता है। ഒരിക്കലും അല്ല പ്രിയമുള്ളവർ. ऐसा कभी नहीं है प्रियो। കർത്താവ് തന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും നിലനിൽക്കുന്നതല്ല. प्रियो, अगर प्रभु देगा नहीं तो हम टिक नहीं सकते। അവന്റെ കരങ്ങളിൽ നമ്മൾ നമ്മെ പരമേൽപ്പിക്കാം. इसलिए आओ उस प्रभु का मजबूत बल के हाथों में अपने आप को समर्पण करें। കർത്താവിന് വേണ്ടി ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് ത്യജിച്ച് കളയാം. प्रभु को अगर सही रीति से पाकर प्रभु का इच्छा को पूरा करना है, तो आओ दुनिया को त्याग कर और अपने आप को ठुकरा कर प्रभु के पीछे रहे കൂടുതലായ ദൈവത്തെ പിൻപറ്റാം. और भी पूर्ण रीति से, अधिक रीति से प्रभु को पाए, അവൻ സകലത്തിനും മതിയായിരിക്കുന്ന ദൈവമാണ്. क्योंकि वो सब बातों के लिए वो काफी है। സകല നന്മകളും തന്ന് അനുഗ്രഹിക്കുവാൻ അവൻ മതിയായവനാണ്. क्योंकि सब बातों को हमें देकर आशीषित करके तृप्त करने के लिए प्रभु काफी है। നിങ്ങൾ എന്തെല്ലാം നഷ്ടമാക്കി ആ കർത്താവിനെ സ്വീകരിച്ചുവോ, हमने कुछ भी, जो भी चीज का संसार में हानि उठाना पड़ा, वो चीज हमको नुकसान उठाना पड़ा, तो भी അതിന്റെ 10 മടങ്ങ് തന്ന് അനുഗ്രഹിക്കുവാൻ അവൻ യോഗ്യനാണ്. वो तो जितना हमने खोया है उसका 10 गुना से भी ज्यादा वो हमको उसका भरपाई कर सकता है, वो उतना काबिल है। അതിന് ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. उसका एक ही उदाहरण है, നമ്മൾക്ക് യോബിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. अय्यूब का जीवन को जरा देखना। അവൻ നഷ്ടമായത് മുഴുവൻ തിരിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. उसने जो भी कुछ खोया उसको वापस मिला। ഈ വചനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. इस वचन के द्वारा प्रभु हम सबको सहायता करे। നാം അനുഭവിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. हमने जिस प्रभु का अनुकरण करने के लिए इच्छा रखा, पीछे हो रहा है, वो प्रभु विश्वास योग्य है और धर्मी है। ആ വ്യക്തിയെ അനുഗമിക്കുവാൻ യോഗ്യനാണ്. और वो उसके पीछे होने के लिए वो व्यक्ति योग्य है। സകല ക്വാളിഫിക്കേഷനുമുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. सभी प्रकार
प्रकार का क्वालिफिकेशन को देखकर जो सचमुच काबिल था, जिसमें है, अनुकरण कर सकता है, वो एक ही व्यक्ति है, वो मनुष्य प्रभु यीशु ഈ मसीह। വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. इस वचन के द्वारा प्रभु हम सबको आशीषित करे। ദൈവം അനുവദിക്കുന്നെങ്കിൽ 18-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകാനാണ്. प्रभु का अगर इच्छा हो तो अगला हफ्ता 18 तारीख को मैं अभी केरला के लिए जा रहा हूँ। നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് അപേക്ഷിക്കുന്നത്. आप सभी लोगों का प्रार्थना का मैं अपेक्षा करता हूँ। അതുപോലെ ഒരു പക്ഷേ ഞാൻ അടുത്ത മാസം 26-ന് ഞാൻ മടങ്ങി വരുവാനും ആഗ്രഹിക്കുന്നു. और प्रभु का इच्छा हो तो अगला महीना 26 तारीख को लौट आने का भी प्लानिंग चल रहा है। നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ക്ഷണിച്ചോട്ടെ. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റിക്കൊണ്ട് ഞാൻ ഈ ഇതിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനാണ്. प्रभु का महिमा हो। आपने दिया हुआ इतना समय प्रभु की उपस्थिति में रहकर मैं अपने आप को समर्पण करता हूँ। വീണ്ടും നിങ്ങൾ തന്ന സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और आप लोगों ने जो दिया हुआ समय, आज जो समय दिया उसके लिए भी मैं धन्यवाद करता നിങ്ങളെ हूँ। ഓരോരുത്തരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ചുരുക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുവാനാണ്. आप सभी लोगों को प्रभु आशीष करे और सहायता करे, ये बात बोलकर मैं अपने शब्द खत्म करता हूँ। Praise the Lord. Praise the Lord. स्वर्ग में एक सवाल आया, योग्य कौन है? Praise the Lord. योग्य कौन है वो जानना जरूरी बात है ना। योग्य व्यक्ति के पीछे हो लेना ये सबसे बड़ी बात है। वो सुबेदार ने बोला तू मेरे घर पे आने के लिए मैं योग्य नहीं। यीशु मसीह के घर में जाने के लिए वो सुबेदार योग्य नहीं था। बड़ा कौन है? यीशु मसीह ने बोला मैं योना से बड़ा है। दुनिया में सबसे बड़ा बुद्धिमान था सलोमन। प्रभु ने बोला मैं सलोमन से बड़ा है। दुनिया में सबसे बड़ा जानने वाला मंदिर को दिखा के प्रभु ने बोला मैं मंदिर से भी बड़ा है। उससे बड़ा कोई है क्या? कोई नहीं, सबसे बड़ा। तो प्रियो, इसलिए वो प्रभु ने हमको बुलाया और एक आदर्श दे करके। हम प्रभु यीशु का सूर्य नहीं उड़ा सकता, अपने आप इनका अपना सूर्य उड़ाता। यीशु मसीह का सूर्य यीशु मसीह उड़ाए तो प्रभु को धन्यवाद देता है। तो सबसे बड़ी बात क्या है कि अपने जीवन में प्रभु कभी भी सूली का अर्थ आपको मालूम? सूली का अर्थ बहुत बहुत उसका अर्थ है। एक नया अर्थ है आपको, हाँ वो भी अच्छी बात नहीं, वो भी सही बात है, पर एक नया अर्थ। सूली में 2 डंडा है, देखा ना आप लोगों ने? सूली कई प्रकार का रहता है। नॉर्मल नीली में 2 डंडा है ना। ये सीधा डंडा क्या बोलते हैं मालूम है? मेरा प्रभु के साथ का संबंध हो गया। और टेढ़ा डंडा क्या बोलता है? मेरा भाई बहन के साथ डंडा मालूम संगति। अच्छा है, सूर्य लेकर चलने वाला प्रभु का साथ भी संबंध सही रहेगा, अपनी भाई बहन के साथ भी संबंध सही रहेगा। समझ में आया? बाकी बहुत अर्थ आपको मालूम। तो सबसे बड़ी बात है आज भी हमें अपने आप को परखना पड़ेगा। इस छोटा सा जीवन में हम मसीह के पीछे होने का अर्थ कितना गहरा है ना। सब लोग प्रभु के चेहरे नहीं, एक सच्चा चेहरे का एक शब्द बना करके वो मेरे को बहुत वचन पढ़ा रहेगा था, लेकिन टाइम दे करके अभी इतना टाइम नहीं लेगा। यूहन्ना का सुसमाचार 8 अध्याय उसका 30 और 31 वचन पढ़ करके वो ये बातें कह ही रहा था कि बहुतों ने उस पर विश्वास किया। तब यीशु ने उन यहूदियों से जिन्होंने उस पर विश्वास किया था कहा, यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेले ठहरोगे। देखिए, सच्चा चेला भी है, झूठा चेला भी है। क्या है? 2 प्रकार का चेला है। सच्चा चेला प्रभु के वचन में बना रहेगा। जो प्रभु के वचन में बना नहीं रहता वो कौन है? वो चेला नहीं, वो झूठा है। तो सबसे बड़ी बात है प्रिय, हम लोगों को प्रभु ने अपने वचन दिया, हमें इस वचन को थामा रहना। जो प्रभु का वचन को थामा रहेगा प्रभु उसको थामा रहेगा। शाऊल को, इस्राएल का प्रथम राजा को क्या हुआ? वो वचन को थामा नहीं रहा, इसलिए उसको प्रभु ने इनकारा। तो सबसे बड़ी बात है इस जीवन की यात्रा में सबसे बढ़ करके प्रभु का वचन को थामा रहना, प्रभु का वचन में बना रहना। प्रभु ने अपने नाम से बढ़कर वचन को महत्व दिया। तो इसलिए प्रभु का वचन सही रीति में जानना, प्रभु का वचन को थामा रहना और उस वचन में बना रहना, और वही वचन है हमारा मार्ग के लिए दीपक, हमारा पाप के लिए दीपक, मार्ग के लिए ज्ञान है। बहुत बड़ी बात है। तो मैं प्रभु को बहुत धन्यवाद देता हूँ। प्रभु ने आज भी
जरूरत के अनुसार प्रभु ने वचन दिया। प्रभु का वचन से प्रभु ने हर एक से बात किया। वचन बोलने के लिए प्रभु का दासों को इस्तेमाल किया। उसके लिए प्रभु को बहुत धन्यवाद देते हैं। आखिरी समय है, बहुत सावधानी से चलने का टाइम है, तो जरूर इस अंत समय में प्रभु का आदेश गौरव करने के लिए और प्रभु में बना रह करके प्रभु के आगमन की बात होने के लिए प्रभु सबको सहायता करे। प्रभु को महिमा मिले। आमीन।